എന്നെ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. ഇപ്പം തന്നെ ഏറെ നിങ്ങൾ പരിചയപ്പെടുത്തി. എന്നെ സാദൃശ്യമായിട്ട് പറഞ്ഞ PC ജോർജ് എന്നാണ്. അപ്പോൾ എൻ്റെ സംഘടനയിൽ എല്ലാവരും അങ്ങനെയാണ് എന്നെ കാണുന്നത്. കാരണം വെച്ചാൽ ഞാൻ കണ്ട കാര്യങ്ങൾ എപ്പോഴും തുറന്നടിച്ച് പറയും, തീരുമാനങ്ങളും പെട്ടെന്നായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ എൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് വരുന്നത്, എൻ്റെ നാട്ടിൽ സൂപ്പർ മാർക്കറ്റുകൾ കൂടുതലില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ ഗൾഫിൽ പോയി, അതായത് നാട്ടിൽ ജീവിക്കാൻ ചുറ്റുപാടില്ലാത്തത് കൊണ്ട് വിദേശത്തേക്ക് പോയി. കുറച്ച് പൈസ ഒക്കെ കിട്ടിയപ്പോൾ നാട്ടിലേക്ക് ഞാൻ അയച്ചു കൊടുക്കും, സാധനങ്ങളൊക്കെ വാങ്ങും. എൻ്റെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിൽ കടം കിട്ടാത്തൊരു പ്രശ്നം വന്നു. കാരണം വെച്ചാൽ ഞാൻ അഡ്വാൻസ് പൈസ കൊടുത്തതിന് അതിൻ്റെ ഉടമക്കാരന് അത് അറിയില്ല. അപ്പം ഞാനൊരു കമ്മിറ്റിക്ക് വേണ്ടി ഒരു സാധനത്തിന് ഷീട്ട് കൊടുത്തപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു എനിക്ക് സാധനം കൊടുക്കൂല. എൻ്റെ പൈസ അവിടെ നിൽക്കുന്ന സമയത്താണ് ഇവർ പറയുന്നത് സാധനം കൊടുക്കൂല. അപ്പോൾ എനിക്കൊരു വാശിയായി. ആ വാശിയോട് കൂടി ഞാൻ വന്നിട്ടൊരു സൂപ്പർ മാർക്കറ്റ് അവിടെ തുടങ്ങി. അപ്പം ഇനി ആരെങ്കിലും എന്തെങ്കിലും സാധനം വാങ്ങാൻ വരുമ്പോൾ എൻ്റെ സ്വന്തം പിടിയെന്ന് തന്നെ വാങ്ങാമല്ലോ. എനിക്ക് ഈ സൂപ്പർ മാർക്കറ്റിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് അതിനെക്കുറിച്ച് A to Z ഞാൻ പഠിച്ചു. എല്ലാ പ്രോഡക്റ്റുകളെ പറ്റിയും പഠിച്ചു. ഇന്ന് നല്ല കച്ചവടം. അന്നത്തെ കാലഘട്ടങ്ങളിൽ തന്നെ വളരെ കുറവായിരുന്നു. ഞാൻ മുടക്കിയ പൈസയും അതിൽ കൂടുതലും ലാഭങ്ങളൊക്കെ എനിക്ക് കിട്ടി. അന്ന് കൂടുതൽ കോമ്പീറ്റ് ചെയ്യാത്തൊരു ഫീൽഡായതുകൊണ്ട് ആരുമില്ലായിരുന്നു. പിന്നെയാണ് നോട്ട് നിരോധനം കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം, ഗൾഫിൽ ജോലി ഇല്ലാതെ ക്രൈസിസ് വന്നതിന് ശേഷം കുറേ ആൾക്കാർ നാട്ടിലേക്ക് വന്ന് ഏത് പൊട്ടണം തുടങ്ങാൻ പറ്റിയൊരു ബിസിനസ്സാണ് ഈ സൂപ്പർ മാർക്കറ്റ് എന്ന് മനസ്സിലാക്കി ആൾക്കാർ അതിലേക്ക് വന്നു. കുറേ ആൾക്കാർ പൂട്ടിപ്പോണ്, കുറേ ആൾക്കാർ അതിൽ നിന്ന് വരുന്നു. എന്നിരുന്നാലും എൻ്റെ മുടക്കിയ പൈസയും കാര്യങ്ങളൊക്കെ ഞാൻ തന്നു. എനിക്ക് കുറേ ആൾക്കാർ, കുറേ കസ്റ്റമർ ഇന്നും എൻ്റെ കച്ചവടം. 2009 ഓഗസ്റ്റ് 15 എൻ്റെ സ്ഥാപനം മുക്കത്ത് നിലവിൽ വരുന്നത്. ആ ഡേറ്റ് അങ്ങനെ വെക്കാൻ കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഓർമ്മിക്കുന്ന ഒരു ഡേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ആ ഡേറ്റിനെ കൊണ്ടുവച്ച്. എൻ്റെ കൂടെ കുറേ പാർട്ട്നേഴ്സൊക്കെ ഉണ്ടായിരുന്നു തുടങ്ങുന്ന സമയത്ത്. പിന്നെ അവരൊക്കെ അത് നഷ്ടമാണെന്ന് പറഞ്ഞിട്ടിച്ച് പോയപ്പോഴും ഞാനത് കൈ പിടിച്ച് കൊണ്ടുവന്ന് അതിൻ്റെ ശേഷമാണ് 2017 തോന്നുന്നുണ്ട് ഈ സംഘടന രൂപീകരിച്ചപ്പോൾ ആദ്യത്തെ ഫോൺ വിളിയിൽ തന്നെ ഞാൻ വന്ന് ഈ സംഘടനയിലൊരു ഭാഗവാക്കാവുകയും നമ്മളെ അനീഫ് ഖൻ്റെയും ഡേമാട്ട് മുസ്തഫ ഖൻ്റെയും അവരൊക്കെ കൂടെ നിന്നുകൊണ്ട് അന്ന് മുതൽ ഞാൻ ഇതിൻ്റെ ഒരു നല്ലൊരു പ്രവർത്തകനായി ഇത് ഏകോപിപ്പിക്കുന്നതിൽ ഇവരെ എല്ലാ പിന്തുണയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ നമ്മളെ കൂട്ടത്തിൽ എനിക്ക് പ്രായമായാലും എൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന യൂത്ത് വിങ് പ്രസിഡന്റ് മിസ്റ്റർ ഷിനോദ്, അതേമാതിരി നിയാസ്, അതേമാതിരി പല ആൾക്കാർ പേരെടുത്ത് പറയുന്നില്ല, അങ്ങനത്തെ ആൾക്കാരൊക്കെ കൂടി വന്നതോടുകൂടി ആദ്യത്തെ എക്സ്പോ അതിലേറെ ഗംഭീരമായിട്ട് കഴിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇതിപ്പോൾ എല്ലാവരും വന്ന് റെഡിയാക്കി അതിലേറെ ഗംഭീരമായിട്ട്. ഇപ്പം ഈ കേരളത്തിലെ ഏത് സ്ഥലത്തേക്ക് പോയാലും, ഈ ബാംഗ്ലൂർ പോയാലോ മൈസൂർ പോയാലോ എവിടെ പോയാലും ഈ സംഘടനാ ബലത്തിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. എവിടെ പോയാലും നമ്മൾ കുടുങ്ങൂല. അപ്പോൾ കച്ചവടക്കാരെന്ന് പറഞ്ഞൊരു സംഭവമാണ്. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിലും നമ്മൾ മെമ്പറാണ്. സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷനിലും നമ്മൾ മെമ്പറാണ്. നമ്മളതാ മുക്കം യൂണിറ്റിലെ ഏറ്റവും വലിയ ശക്തനായ ഒരു നേതാവ് നമ്മളെ കൂട്ടത്തിൽ, നമ്മളെ പ്രസിഡന്റ് കാര്യങ്ങൾ ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് വന്ന ആൾക്കാരൊക്കെ മുൻനിർത്തി പറയാണ്. ഞങ്ങളെ കൂട്ടത്തിലെ അതിലും ഞങ്ങളെ ശക്തരായ നേതാക്കന്മാർ ഏറ്റവും വലിയ അതായത് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ ശക്തമായ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മുക്കം വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുക്കം യൂണിറ്റാണ്. അതിനെ വെല്ലാൻ ഇന്ന് ഈ കോഴിക്കോട് ജില്ലയിൽ ഒരു യൂണിറ്റ് ഇല്ല. അതേമാതിരി തന്നെയാണ് സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ ഈ അനീഫ് ഖൻ്റെയും ഡേമാർക്ക് മുസ്തഫ ഖൻ്റെയും ജാബിൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ഈ സ്വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വെല്ലാൻ ഒരാളും ഇന്നില്ല. അപ്പോൾ എൻ്റെ സ്റ്റോറികൾ കേട്ടല്ലോ, അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷവാനാണ്. ഞാൻ പുറത്തും ബിസിനസ്സുള്ള ആളാണ്, ഇവിടെയും ബിസിനസ്സുള്ള ആളാണ്. ആർക്കും അറിയില്ല, ഞാൻ എന്നെ വല്ല പരിചയപ്പെടുത്തുന്നില്ല. എൻ്റെ മകനുമാണ് എൻ്റെ ഷോപ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ആദ്യമൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു, ഇപ്പം ടെൻഷനൊന്നുമില്ല. വളരെ ഹാപ്പി ആയിട്ട് ഈ പ്രസ്ഥാനത്തിൽ മുന്നോട്ട് പോവാണ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ ഞാൻ ഇത്രയും വലിയൊരു വേദിയിൽ ഞാൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാനിങ്ങനെ ഒരു നോർമലായിട്ട് ഇങ്ങനെ ഒന്നായിട്ട് അങ്ങനെ പറയുന്ന ആളാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ എന്നെ PC ജോർജ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പൊട്ടിത്തെറിക്കുന്ന ആളാണെന്നുള്ള നിലയ്ക്ക് പരിചയപ്പെടുത്തിയതാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ മത്തുവിനെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ശത്രു ആയിരുന്നു. എനിക്ക് കടം തരാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ സൂപ്പർ മാർക്കറ്റ് മുക്കത്ത് തുടങ്ങിയത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് കടം തരാത്തെന്നുള്ള വ്യക്തമാക്കണമെങ്കിൽ ഓനെ വിളിക്കണം. കാരണം വെച്ചാൽ എൻ്റെ പൈസ അഡ്വാൻസ് കൊടുത്തിട്ട് ഞാനൊരാളെ പറഞ്ഞയച്ചിട്ട് സാധനം കൊടുക്കാത്തത് കൊണ്ട് ആണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നതും ഇന്ന് ഞാൻ ഇങ്ങനെ വിജയിച്ചതും. കാരണം വെച്ചാൽ
ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല, വളരെ ഹാപ്പി ആയിട്ട് പോണത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കുക, ഇതിൽ വേണ്ട. അപ്പോൾ ഇതിൽ എനിക്കൊരു വേദി അനുഭവിച്ചു തന്ന നമ്മുടെ സംഘടനയ്ക്ക് എല്ലാവരോടും നന്ദി പറയാണ്. നമസ്കാരം. സാർ ഒരു നിമിഷം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാനുള്ള സമയമാണ്. പ്ലീസ് സാർ ഒരു നിമിഷം. സലാം കാക്കുള്ള മറുപടി മാസൂദ് ഇതേ സ്റ്റേജിൽ തന്നെ കൊടുക്കണം എന്നുള്ള ഒരു അപേക്ഷയുണ്ട്. കൊടുക്കാൻ തയ്യാറാണോ? ഇവിടെ ആളുണ്ടോ? ശരി, അത് അടുത്തൊരു എപ്പിസോഡായി നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും തോന്നുന്നു. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ നിങ്ങൾക്ക്? ഇത്രയും അധികം എക്സ്പീരിയൻസ്ഡ് ആയ ലൈഫ് സ്റ്റോറി നമ്മളോട് പറഞ്ഞ സജിത് സാർ നമ്മളോട് സംസാരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലേക്ക്. എനിക്ക് ചോദ്യമല്ല, നിങ്ങളെ പറ്റി 2 കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ റീറ്റെയിലായിട്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 20 വർഷത്തിന് മുകളിലായിട്ട് റീറ്റെയിലുണ്ട്. ഇപ്പോൾ ഞാൻ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഗ്രീൻസിൻ്റെ ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളെ MD ഉണ്ട് മുനീർ സാറ്, കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിൽ ഒരു റീറ്റെയിൽ നടത്തുന്ന ആളാണ് ഗ്രീൻസിൻ്റെ മുനീർ സാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പം ഞങ്ങൾ 2 ആളും കൂടി ഒരു ദിവസം മുക്കത്ത് സലാംക്കൻ്റെ ഷോപ്പ് വിസിറ്റ് ചെയ്തു. മുക്കം വഴി വേറൊരു സലാംക്കപ്പോൾ കോമ്പറ്റീറ്റർ ഇല്ല എന്ന് പറഞ്ഞല്ലോ, ഞങ്ങളൊരു കോമ്പറ്റീറ്റർ ആവാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുക്കം വിസിറ്റ് ചെയ്ത് ഒരു സ്റ്റോർ അവിടെ ക്ലോസ് ചെയ്യുന്നത് നമ്മളോട് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പോയി നോക്കി. അപ്പോൾ നമുക്കത് അത്ര അങ്ങോട്ട് കൺവീനിയൻ്റ് ആയില്ല. അപ്പോൾ പറഞ്ഞു സലാംക്കയുടെ ഷോപ്പൊന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ സലാംക്കയാണ് ക്യാഷിൽ നിൽക്കുന്നത്, ഓൾറൗണ്ടർ സലാംക്കയാണ്. കസ്റ്റമർ വരുമ്പോൾ ഭയങ്കരമായിട്ട് ലോഗ്യം പറയുന്നുണ്ട്, പ്രൊഡക്റ്റുകൾ ഭയങ്കര സ്പീഡിൽ ബില്ലടിക്കുന്നു, പൈസ വാങ്ങുന്നു, എന്താ പറയുക, ഒരു ഭയങ്കര വൺ മാൻ ഷോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 2 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു. ഈ 2 വർഷം കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ മന്ത്ലി റിവ്യൂ മീറ്റിങ്ങിൽ MD എപ്പോഴും പറയാൻ വെച്ചാൽ സലാംക്കനെ കണ്ടുപിടിക്കുക. കാരണം സലാംക്ക ഒറ്റയ്ക്ക് നിന്നിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് സാർ ഇപ്പോൾ ഞാൻ വെറുതെ പറയുന്നല്ലേ, ഞാൻ സലാംക്കനോട് അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ റിവ്യൂ മീറ്റിങ്ങിൽ സലാംക്കൻ്റെ സ്റ്റോറിനെ കുറിച്ച് പറയും. നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളതാണ്. സലാംക്ക പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് കൃത്യമായി ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രോഫിറ്റിലാണെന്ന് സമ്മതിക്കുന്ന ഒരാളാണ് സലാംക്ക. ഞാൻ നല്ല പ്രോഫിറ്റിലാണ് ഓടുന്നത്, സത്യമാണ്. സലാംക്ക പ്രോഫിറ്റിലായിരിക്കും, കാരണം സലാംക്കൻ്റെ കൺട്രോളിലാണ് ആ സ്റ്റോർ ഉള്ളത്. സലാംക്ക പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. സലാംക്കയ്ക്ക് എല്ലാവിധ ആശംസകളും, അതേപോലെ മാത്തൂസിനും. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്നലെ ഇവിടെ പല ആൾക്കാരോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, അതായത് ബിസിനസ് തുടങ്ങാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ 20 വയസ്സായ ആളാണ്, അതുകൊണ്ട് പിന്നെ വീട്ടിൽ നിന്ന് സപ്പോർട്ടില്ല, കാര്യങ്ങളില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഞാൻ പഠിച്ച ആളാണ്, ഇങ്ങനെ പല ആൾക്കാർ ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അന്നും എനിക്കതിന് ഒരു മറുപടി പറയാൻ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വേദി ആയതുകൊണ്ട് എനിക്കൊരു എൻ്റെ മനസ്സനുഭവിച്ചില്ല. എന്തായാലും ഇപ്പോൾ ഞാൻ ഈ സ്റ്റാളുകളൊക്കെ സന്ദർശിച്ച അപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട്, ഞങ്ങൾ ശിശുക്കളാണ്, ഞങ്ങൾ വന്നിട്ടില്ല, ഞങ്ങൾ ആര് വന്നാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് പിന്നെ കാണാം, MD ഇല്ല, ചെയർമാൻ ഇല്ല, അല്ലെങ്കിൽ മാനേജറില്ല, പർച്ചേസിങ് മാനേജറില്ല, ഇങ്ങനെ പല ആൾക്കാരും ഇവിടുന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ ചെറിയതെന്ന് പറഞ്ഞൊരു സംഭവങ്ങളില്ല. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും നമ്മളെ മുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മളൊരു തേങ്ങയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, തേങ്ങകളുണ്ടാണ്. അപ്പോൾ എന്തിനും ആദ്യം ഒരു വിത്ത് നമ്മൾ കുഴിച്ചിടണം. ആ വിത്തിന്ന് തൈയായിട്ട് അത് പടർന്ന് പന്തലിച്ചിട്ടാണ് ലോകങ്ങൾ മൊത്തം ഓരോരുത്തർ വരുന്നത്. അപ്പോൾ അത് മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഫോളോ ചെയ്താൽ മതി. ഏതൊരു കൃഷിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ആദ്യം നമ്മൾ എന്താണോ ഒരു വിത്ത് നടുന്ന മാതിരി തന്നെ അതിൽ നിന്നാണത് മരമായി പന്തലിച്ച് കായായി ഫലങ്ങളായി അതിൻ്റെ മുകളിൽ നിന്ന് വരുമാനം കിട്ടും. അത് മാത്രം ഫോളോ ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. മറ്റുള്ളവരെന്താ നമുക്ക് അറിയില്ല, അതുകൊണ്ട് പറഞ്ഞു. എന്നാൽ ചോദ്യത്തിന് മറുപടിയായിട്ട് മാത്രം പറഞ്ഞതാണ്. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. അത് ഈ ബിസിനസ് പ്രോഫിറ്റിലാണ് എന്ന് പറയുന്നത് തന്നെ വളരെ അപൂർവമായിട്ടാണ് ഒരാൾ തുറന്ന് സമ്മതിക്കുന്നത്. അപ്പം അതിനൊരു കൈയ്യടി നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൊടുക്കാം. സർ, ഒരു ചോദ്യം കൂടിയുണ്ട്, ഒരൊറ്റ ചോദ്യം കൂടി. ചോദ്യമല്ല, സലാംക്കൻ്റെ ഒരു ഗോൾഡൻ വാക്ക് പറയാമെന്നുള്ളൂ. ഞാൻ സലാംക്കനായിട്ട് ഒരു 3 കൊല്ലം മുമ്പ് സംസാരിച്ച ഫോണിൽ കൂടി സലാംക്ക പറഞ്ഞ വാക്കുണ്ട്. സലാംക്ക നിങ്ങളെ ഷോപ്പിൽ തൊട്ടടുത്ത് പുതിയൊരു ഇനോഗ്രേഷൻ ചെയ്ത സൂപ്പർ മാർക്കറ്റ് അവിടെ ഓഫർ ഇട്ടുണ്ടല്ലോ, നിങ്ങൾ ഓഫർ ഇട്ടില്ല വെച്ച് ഓഫർ ഇട്ട് വില കുറച്ച് കൊടുക്കുന്നതിൽ കുറച്ച് ഞാൻ പൂട്ടി പോയിക്കോളും, എന്നിട്ടാണ് എൻ്റെ ഓഫർ, എന്നിട്ടാണ് ഞാൻ ഓഫർ ഇട്ട് പൂട്ടോൻ്റെ പൂട്ടട്ടെ എന്ന സംസാരം നമ്മൾ നടന്നത്. ആ ഇതിൽ തന്നെ ഇഷ്ടം പോലെ ഷോപ്പ് പൂട്ടിപ്പോയിട്ടുണ്ട്. ആ പാത അത് വാങ്ങിയതിനെക്കാട്ടിയും വില കുറച്ച് വിറ്റതിൽ അങ്ങനെ ഞങ്ങൾ ടോക്കൺ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം. സാഹചര്യത്തിൽ ഇപ്പം പറഞ്ഞു എന്നുള്ളൂ.
അതെ, ചോദ്യമല്ല, അതല്ല, ഗോൾഡൻ അതെ. വാക്ക് എന്നാണ് ഞാൻ പറഞ്ഞത്. വളരെ കറക്റ്റായിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത്. ഞാൻ എൻ്റെ സംഘടനയിൽ നിന്ന് ഏകദേശം ഒരു വർഷത്തോളം മാറി നിന്നൊരു സംഭവം ഉണ്ടായിരുന്നു. എന്താ സംഭവം എന്നറിയോ? അതായത് പർച്ചേസ് റേറ്റിനെക്കാട്ടിലും കുറച്ചിട്ട് സെയിലാക്കുന്ന ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ആ സംഘടനയിൽ ഉന്നയിച്ചപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാനൊരു സിംഗിൾ സൂപ്പർ മാർക്കറ്റ് ഓണർ ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് വലിയ വലിയ ആൾക്കാരൊക്കെ ഉള്ളതിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാറി നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ സമയത്ത് എൻ്റെ മുക്കം നോക്കുകയാണെങ്കിൽ തന്നെ എനിക്കിപ്പോൾ അത് മാത്രമേ നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റുള്ളൂ. വന്നിട്ട് കുറേ ആൾക്കാർ അവിടെ അടച്ചുപോയി. സന്തോഷിക്കല്ല, അത് അവരെ പിടിപ്പുകേട് കൊണ്ട് മാത്രം പൂട്ടിപ്പോയി എന്നുള്ളതാണ്. കാരണം വെച്ചാൽ വാങ്ങിയാലും കുറച്ച് നിൽക്കുമ്പോൾ ഈ കോസ്റ്റ് അംഗീകരിക്കാൻ കഴിയൂല. വാടക, കറണ്ട്, അതേമാതിരി തന്നെ ശമ്പളം, കാര്യങ്ങളൊക്കെ അത് കൊടുക്കേണ്ട ചിലവാണ്. അപ്പോൾ നമ്മളെ വരവും ചിലവും തമ്മിലുള്ള അന്തരം കുറക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഓഫർ വേണ്ടെന്നല്ല പറയുന്നത്, ഒരു മത്സരം ഒഴിവാക്കുക, നമ്മൾ വാങ്ങുന്ന സാധനം മൂല്യത്തിന് വിൽക്കുക, എന്നും നിലനിൽക്കും. ഇതാണ് ക്വാളിറ്റി മെയിൻ്റനൻസ് കാര്യങ്ങൾ എന്നും നിന്നാൽ അത് എന്നും നിലനിൽക്കുക കച്ചവടം. അല്ലാത്തത് നിൽക്കൂല എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റുള്ളവർക്ക് അറിയില്ല. താങ്ക് യു സോ മച്ച്. അദ്ദേഹത്തിന് ഒരു ഉപഹാരം, ഒരു സ്നേഹാദരവ് സമർപ്പിക്കുന്നതിന് വേണ്ടി എനിക്ക് തോന്നുന്ന ഒരു കോയിൻസിഡൻസ് പോലെയാണ് സജിത് സാർ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചത്. അപ്പോൾ എൻ്റെ കയ്യിലും സജിത് സാറിൻ്റെ പേര് തന്നെയാണുള്ളത്. അദ്ദേഹത്തിന് ഉപഹാരം നൽകുന്നതിന് വേണ്ടി വളരെ സന്തോഷപൂർവ്വം നമുക്ക് സജിത് സാറിനെ വേദിയിലേക്കായി സ്വാഗതം ചെയ്യാം. സ്വാക്കിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണ്. കൂടെ മുക്കത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും ദയവായി ഒരു ഫോട്ടോ സെഷനായിട്ട് സ്റ്റേജിലേക്ക് വരാൻ അഭ്യർത്ഥിക്കുകയാണ്. മുക്കത്ത് നിന്നും സ്വാക്കിന് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ആശംസകൾ നേരാനും അനുമോദനങ്ങൾ നൽകാനും വ്യാപാരി സുഹൃത്തുക്കളുടെ ഒരു നീണ്ട നിര മുക്കത്ത് നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരും ഒന്ന് വേദിയിലേക്ക് വരിക. അവരൊക്കെ തന്നെ സലാം സാറിൻ്റെ ശിഷ്യന്മാരായി ഇവിടെ കുറേ പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ബിസിനസ്സിൽ സക്സസ്ഫുള്ളായി മുന്നോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ സലാം സാറ് പറഞ്ഞതുപോലെ തന്നെ ഓഫറുകളിൽ മുങ്ങിപ്പോകുന്ന ബിസിനസ്, അത് പല സന്ദർഭങ്ങളിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ശ്രീ മാത്തൂർ ദയവായി വേദിയിലേക്ക് എത്തിച്ചാൻ അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് എത്തി ഫോട്ടോ സെഷൻ്റെ ഭാഗമാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ നമുക്ക് 11 കാറ്റഗറി ഓഫ് അവാർഡ്സ് നൽകാനുണ്ട്. അവാർഡ് നൈറ്റാണ് നമ്മളിനി ആരംഭിക്കാനിരിക്കുന്നത്. കൃത്യം 4 മണിയോടുകൂടി അവാർഡ് നൈറ്റിലേക്ക് നമുക്ക് കിടക്കേണ്ടതുണ്ട്. ഇപ്പോൾ കൃത്യം 4:05 ആയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ അവാർഡ് സെറമണിയിലേക്ക് നീങ്ങുന്നതായിരിക്കും. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഔപചാരികമായിട്ടുള്ള ഇന്നത്തെ അവാർഡ് സെറമണിയിലേക്ക് 11